നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ ഇലക്ഷൻ ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ട 21,000-ഓളം ജീവനക്കാർക്ക് വോട്ടവകാശം നിഷേധിച്ച നടപടി നിയമവിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവും പ്രതിഷേധാർഹവുമായ ഒരു കാര്യമാണ്. ഇലക്ഷൻ കമ്മീഷൻ ഭരണഘടനാ അവകാശമായ വോട്ടവകാശം വിനിയോഗിക്കണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്ന, അതിനുവേണ്ടി ക്യാമ്പയിൻ നടത്തുന്ന ഒരു കൂട്ടരാണ്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ വിവിധ ദിവസങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അവിടെയൊന്നും ഉണ്ടാകാതിരുന്ന വിധത്തിലാണ് 21,000-ഓളം സർക്കാർ ജീവനക്കാർക്കും ബാങ്ക് ഉദ്യോഗസ്ഥന്മാർക്കും ഇലക്ഷൻ ഡ്യൂട്ടിയിൽ അവർ സേവനമനുഷ്ഠിച്ച് വോട്ട് രേഖപ്പെടുത്താൻ കഴിയാത്ത സ്ഥിതിവിശേഷം ഉണ്ടായത്. പോസ്റ്റൽ ബാലറ്റ് ഫെസിലിറ്റേഷൻ സെൻ്ററുകളിൽ എത്തിയപ്പോൾ കിട്ടാതിരുന്നവരാണ് ഇവരെല്ലാം. അതിനെ തുടർന്നാണ് അവർ കോടതിയെ സമീപിച്ചത്. പോസ്റ്റൽ ബാലറ്റ് കിട്ടാത്ത ജീവനക്കാരും NGO യൂണിയൻ അടക്കമുള്ള സർവീസ് സംഘടനകളും കോടതിയെ സമീപിച്ചപ്പോൾ കോടതിയിൽ ഇലക്ഷൻ കമ്മീഷൻ കൊടുത്തിട്ടുള്ള കൗണ്ടർ സത്യവാങ്മൂലത്തിൽ പറഞ്ഞത്, വോട്ടെല്ലാം ചെയ്തു കഴിഞ്ഞു, ഫെസിലിറ്റേഷൻ സെൻറ്ററിൽ വോട്ട് ചെയ്താൽ ആ പോസ്റ്റൽ ബാലറ്റ് സൂക്ഷിക്കുന്നതിനു വേണ്ടി സ്ട്രോങ് റൂം തുറക്കണമെന്ന് കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്തത്. കോടതിയിൽ നിന്നും വോട്ട് ചെയ്യാത്തവർക്ക് നീതി ലഭിച്ചില്ല എന്നതും ദൗർഭാഗ്യകരമായ കാര്യമാണ്. ഞാൻ സർവീസ് വോട്ടർമാർ, മിലിറ്ററി സർവീസിലും പാരാമിലിറ്ററി സർവീസിലുമുള്ള സർവീസ് വോട്ടർമാർ ചെയ്ത് തപാൽ വഴി പോസ്റ്റൽ ബാലറ്റ് അയച്ചവർ ഇതിനകം 2,532 പേരാണ്. അതിൽ 11 പോസ്റ്റൽ ബാലറ്റ് കിട്ടിയത് ഇന്നലെയാണ്. മെയ് 1 വരെ സർവീസ് വോട്ടർമാരുടെ ലിസ്റ്റിൽപ്പെട്ട പോസ്റ്റൽ ബാലറ്റിന് അർഹതയുള്ളവർ വോട്ട് ചെയ്ത് നമ്മുടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിച്ചുകൊണ്ട് എത്തിയത് റിസീവ് ചെയ്തെങ്കിൽ എന്തുകൊണ്ട് ഫെസിലിറ്റേഷൻ സെൻറ്റർ ആരംഭിച്ചുകൂടാ? വോട്ടെണ്ണുന്ന മെയ് 4 മുമ്പ്. ഈ ചോദ്യത്തിന് ഇലക്ഷൻ കമ്മീഷൻ ഉത്തരം പറയണ്ടേ? സർവീസ് വോട്ടർമാരായ മിലിറ്ററി, പാരാമിലിറ്ററി സർവീസിലുള്ളവർ പോസ്റ്റൽ ബാലറ്റിലാണ് വോട്ട് ചെയ്യുന്നത്. അതുപോലെയാണ് ഇലക്ഷൻ ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെടുന്ന സർക്കാർ ജീവനക്കാർ വോട്ട് ചെയ്യുന്നത്. അവരുടെ വോട്ട് ട്രഷറിയിൽ എത്തിച്ചാൽ പോരെ? ഇന്നലെയാണ് കണ്ണൂർ ട്രഷറിയിൽ 11 പോസ്റ്റൽ ബാലറ്റ് എത്തിയത്. AICC പ്രസിഡൻറ്റിന് പരാതി അയച്ചിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. ആ പരാതിയിൽ അദ്ദേഹം പറയുന്നത് KPCC പ്രസിഡൻറ്റിൻ്റെ ചില പ്രവർത്തനങ്ങളിലെ ക്രമവിരുദ്ധവും ഒപ്പം വഞ്ചനാപരവുമായ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കണമെന്നാണ്. ഒന്നാമതായി അദ്ദേഹത്തിൻ്റെ പരാതിയിൽ പറയുന്നത്, വയനാട് ഫണ്ട് അതിൽ വെട്ടിപ്പുണ്ടാവുകയും ധന ദുർവിനിയോഗം നടത്തുകയും ചെയ്തിട്ടുണ്ട് എന്നാണ്. ഫണ്ട് പിരിച്ചത് എത്ര? സ്ഥലത്തിനു വേണ്ടി നൽകിയത് എത്ര? ഇതിനകം വിവിധ വിഭാഗങ്ങളിൽ നിന്ന് ലഭിച്ച തുക എത്ര? ബാങ്ക് അക്കൗണ്ടിൽ എത്ര തുകയുണ്ട്? ഇതിനെക്കുറിച്ചൊന്നും KPCC പ്രസിഡൻറ്റിന് കോൺഗ്രസ്സുകാരെ പോലും ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്നതാണ് മുൻ DCC സെക്രട്ടറി
തോമസ് വർഗീസിൻ്റെ പരാതിയുടെ ഉള്ളടക്കം. ഇപ്പം പാർട്ടി മാറിക്കൊണ്ടേയിരിക്കുകയാണല്ലോ. കളിൽ മൊബൈൽ രാഷ്ട്രീയം നടത്തുന്ന ഒരാളാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം വീണ്ടും നിലമ്പൂരിലെ ജനങ്ങൾ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ സ്ഥാനം രാഷ്ട്രീയമായി ചവറ്റുകൊട്ടയായിരിക്കും എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ സംഗതി. വരും എക്സിറ്റ് പോള് ജനഹിതം പ്രതിഫലിപ്പിക്കുന്ന ഒന്നല്ല. കേരളത്തിലാകെ 30,000-ഓളം വരുന്ന ആളുകളെ സമീപിക്കുകയും അഭിപ്രായം തേടുകയും ചെയ്തതിന് ശേഷമുള്ള വിലയിരുത്തലുകൾ വോട്ടിംഗ് ശതമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സീറ്റുകളുടെ എണ്ണം സമീകരിക്കുന്ന ഒന്നാണ്. അത് ഓരോ അസംബ്ലി മണ്ഡലത്തിലെയും ജനഹിതം പ്രതിഫലിപ്പിക്കുന്നതല്ല. എന്നിട്ടും എക്സിറ്റ് പോൾ പ്രസിദ്ധീകരിച്ച മാധ്യമങ്ങളും മറ്റ് ഏജൻസികളും പൊതുവായി സമ്മതിക്കുന്ന കാര്യം, മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് 38% വരെ ജനങ്ങൾ പിണറായി വിജയനെയാണ് കാണുന്നത് എന്നാണ്. ഇതിൽ നിന്ന് വ്യക്തമാവുന്ന ജനഹിതത്തിൽ അവർ മൂന്നാൾക്കും ലഭിക്കുന്ന എണ്ണത്തേക്കാൾ കൂടുതൽ ആളുകൾ പിണറായി വിജയനെയാണ് കണ്ടിട്ടുള്ളത്. UDF ഭൂരിപക്ഷം കിട്ടുകയാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് അങ്ങനെ ഒരു ജനഹിതം ഉണ്ടാവുക? എക്സിറ്റ് പോൾ പ്രവചനം നടത്തിയിട്ടുള്ള എല്ലാ ഏജൻസികളും പറയുന്ന ഒരു കാര്യം, ഭരണവിരുദ്ധ വികാരം ഒരു തരംഗമായി വന്നിട്ടില്ല. കഴിഞ്ഞ തവണ വിജയിച്ച സീറ്റുകൾ നിലനിർത്തുകയും പുതുതായി പേരാവൂർ കൂടി വിജയിക്കാനുമുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നതിനെക്കുറിച്ചും പ്രവർത്തിക്കേണ്ടത് എന്നതിനെക്കുറിച്ചും വ്യക്തമായ ഒരു നിയമവും വ്യവസ്ഥയുമുണ്ട്. ഇന്ത്യൻ സിവിൽ സർവീസ് റൂൾ 1968. ആ റൂളിൻ്റെ 5, 6, 7 വകുപ്പുകളുടെ ലംഘനമാണ് ചില ഉദ്യോഗസ്ഥന്മാർ ചെയ്യുന്നത് എന്നത് ആര് ഭരിക്കുന്നു എന്ന് നോക്കി നിലപാട് സ്വീകരിക്കേണ്ടതല്ല. 2013 ഇപ്പോൾ വിവാദ പുരുഷനായിട്ടുള്ള B. അശോക് അന്ന് അച്ചടക്ക നടപടിക്ക് വിധേയനായ ആളായിരുന്നു. അന്ന് UDF ആയിരുന്നു അധികാരത്തിൽ. അന്ന് ഒരച്ചടക്ക നടപടി മാത്രമല്ല, ഒന്നിലേറെ അച്ചടക്ക നടപടികളുണ്ടായി. ഒരെണ്ണം അന്നത്തെ ചീഫ് സെക്രട്ടറി ജയകുമാറിനെതിരായി പരസ്യമായി അഭിപ്രായ പ്രകടനം നടത്തിയതാണ്. രണ്ടാമത്തത് ഒരു മലയാളം പത്രത്തിൽ അന്നത്തെ ഗവൺമെൻറ്റിനെതിരായി അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രതികരണങ്ങളാണ്, ലേഖനങ്ങളാണ്. അന്ന് അച്ചടക്ക നടപടി അവസാനിപ്പിക്കുന്നത് UDF ഗവൺമെൻറ് അവസാന കാലത്ത് ഈ തെറ്റായ കാര്യങ്ങൾ ചെയ്തതിലുള്ള വിമർശനം ചൂണ്ടിക്കാണിച്ചുകൊണ്ട്. പക്ഷേ അദ്ദേഹം IAS ആയി സർവീസിൽ കയറിയത് സമീപകാലത്താണ് എന്നും ജൂനിയർ മോസ്റ്റ് IAS ഉദ്യോഗസ്ഥനാണ് എന്നുമുള്ള പരിഗണന നൽകിക്കൊണ്ട് ഒരു ലീനിയൻ്റ് വ്യൂ എടുത്തുകൊണ്ടാണ് അദ്ദേഹത്തെ അച്ചടക്ക നടപടിയിൽ നിന്ന് ഒഴിവാക്കിയത്. പിന്നീടും അദ്ദേഹത്തിനെതിരെ അച്ചടക്ക നടപടികൾ ഉണ്ടായി. 2019 സമാന രീതിയിൽ മാധ്യമങ്ങളിലൂടെ പ്രതികരിക്കുകയും ലേഖനങ്ങൾ എഴുതുകയും ചെയ്യുന്ന നിലയുണ്ടായി. ഇതൊക്കെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. 68 റൂൾ 5 പറയുന്നത് രാഷ്ട്രീയ പാർട്ടിയിലോ സംഘടനയിലോ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലോ പങ്കെടുക്കാൻ പാടില്ല, സഹായിക്കാൻ പാടില്ല. റൂൾ 6 പറയുന്നത് മാധ്യമങ്ങളുമായി
പരസ്യമായി വല്ലതും പറയുന്നുണ്ടെങ്കിൽ അത് സർക്കാരിൻ്റെ മുൻകൂർ അനുമതി വാങ്ങണം. പുസ്തകം എഴുതണമെങ്കിൽ ഏത് വിഷയത്തെക്കുറിച്ചാണ് എന്നതുകൂടി പറഞ്ഞുകൊണ്ട് പുസ്തകത്തിൻ്റെ കരട് സർക്കാരിനെ അറിയിച്ച് അനുമതി വാങ്ങണം. അങ്ങനെ സർക്കാരിന് നൽകി അനുമതി വാങ്ങിയ IAS-കാരുണ്ട്. റൂൾ 7 പറയുന്നത് സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരെ പരസ്യമായി പ്രതികരണം പാടില്ല. ഈ 3 ചട്ടങ്ങളും തുടർച്ചയായി ലംഘിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ജൂനിയർ IAS ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിലുള്ള ലീനിയൻ വ്യൂ ആണ് അച്ചടക്ക ലംഘനമുണ്ടായപ്പോൾ സ്വീകരിച്ചതെങ്കിൽ ഇപ്പോൾ മുതിർന്ന IAS-കാരനായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരാൾ തുടർച്ചയായി നടത്തുന്ന അച്ചടക്ക ലംഘനമായി മാറുന്നത് ഇത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ്. സർക്കാരിനോട് വിശ്വാസ്യതയും സർക്കാരിൻ്റെ നയങ്ങളോട് പ്രതിബദ്ധതയും ഉണ്ടാവേണ്ടത് ഒരു IAS ഉദ്യോഗസ്ഥൻ്റെ, ഒരു IPS ഉദ്യോഗസ്ഥൻ്റെ മുഖ്യ ഉത്തരവാദിത്തമാണെന്ന് നിയമം അനുശാസിക്കുന്നുണ്ട്. അതിൻ്റെ ലംഘനമുണ്ടായാൽ കർശനമായ നടപടി തന്നെയാണ് ഉണ്ടാവേണ്ടത്.